ബൈബിൾ ദൈവശ്വാസീയമോ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പൗലോസ് തൻ്റെ ലേഖനമായ 2 തിമോഥെയോസിൽ പറയുന്നു. ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉളവായത് എന്നാണ് അർത്ഥം. വേദപുസ്തക എഴുത്തുകാർ ദൈവശ്വാസമാകുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അവ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സാരം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയതത്രേ. ഇയ്യോബ് ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ശ്വാസമായ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. എഴുത്തുകാർ മാത്രമല്ല, എഴുതപ്പെട്ട വാചകങ്ങൾ, വാക്കുകൾ, അക്ഷരങ്ങൾ മാത്രമല്ല, വള്ളിയോ പുള്ളിയോ പോലും ആത്മനിശ്വസ്തമാണ്. വിവിധ ഭാഷകളിലേക്ക് ചെയ്തിട്ടുള്ള പരിഭാഷകളെക്കുറിച്ചല്ല ഈ പരാമർശം. ഈ മഹത് ഗ്രന്ഥത്തിന് ആദിയോടന്തം വൈരുദ്ധ്യങ്ങളില്ലാതെ പഴയ നിയമം യേശുക്രിസ്തുവിൻ്റെ നിഴലായും പുതിയ നിയമം അതിൻ്റെ പൊരുളായും നിലകൊള്ളുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് ബൈബിളിൽ 2000-ൽ അധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ബൈബിളിൻ്റെ അത്ഭുതകരമായ ഉള്ളടക്കവും അതിലെ 66 ഗ്രന്ഥങ്ങൾക്കുമുള്ള ആശയപ്പൊരുത്തവും അത് ദൈവവചനമാണെന്ന് തെളിയിക്കുന്നു. നിവൃത്തിയായ പ്രവചനങ്ങൾ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വസ്തതയ്ക്ക് അനിഷേധ്യമായ തെളിവാണ്. പല പ്രവചനങ്ങളും പ്രവാചകന്മാരുടെ കാലശേഷമാണ് നിറവേറിയത്. ആകയാൽ പ്രവചനങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്തുവാൻ പ്രവാചകന്മാർക്ക് കഴിയുമായിരുന്നില്ല. യഹൂദ ജാതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മാത്രം മതി ബൈബിളിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ. ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് ചക്രവർത്തി കൊട്ടാരം ചാപ്ലയിനോട് വേദപുസ്തകം സത്യമാണെന്നതിന് ഒറ്റ വാചകത്തിൽ ഒരു മറുപടി പറയാമോ എന്ന് ചോദിച്ചതിന് ഒറ്റ വാക്കിൽ പറയാമല്ലോ, ഇസ്രായേൽ എന്ന് മറുപടി പറഞ്ഞു. വളരെ സ്വാധീന ശക്തിയുള്ള അനേകം മതമേധാവികളും ഭരണാധികാരികളും ഈ പുസ്തകത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുവാൻ കഠിന പ്രയത്നം ചെയ്തിട്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഗ്രന്ഥമായി ബൈബിൾ ഇന്നും നിലകൊള്ളുന്നു. ദൈവിക സത്യങ്ങൾ മനുഷ്യർക്ക് നൽകുന്നതിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ വ്യാപാര ശക്തിക്ക് വെളിപ്പാട് എന്ന് പറയുന്നു. വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങൾ തെറ്റുകൂടാതെ മാനുഷിക ഭാഷയിൽ പ്രകാശിപ്പിക്കുവാൻ വേദപുസ്തക എഴുത്തുകാരിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ വ്യാപാര ശക്തിക്ക് ദൈവനിശ്വസ്തത എന്ന് പറയുന്നു. വേദപുസ്തകത്തിലെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രകാശനം ഉണ്ടായേ മതിയാകൂ. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു.